ഹായ് ഹലോ ഐ എം ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്ന് ഒരു പുതിയ ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഐസ് ക്യൂബ് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്തിനാണ് നമ്മൾ ഐസ് ക്യൂബ് കൊണ്ടിട്ട് ഫേസിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുന്നത്? പെട്ടെന്നൊരു റിസൾട്ട് തോന്നും അല്ലേ? നമ്മൾ ഐസ് ക്യൂബ് കൊണ്ടിട്ട് നമ്മുടെ ഫേസിലോട്ട് മസാജ് ചെയ്യുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഗ്ലോ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളത്. പക്ഷേ അതിനൊരു ദോഷവശമുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി കറക്റ്റ് ആണോ എന്ന് ആദ്യം ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞു തരുന്ന രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കൂ. അതായത് നമ്മൾ ഐസ് ക്യൂബ് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഐസ് ക്യൂബ് ആണെങ്കിലും ചില ആൾക്കാർക്ക് റോള് പോളിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഡയറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് സ്ക്രബ് ചെയ്യാറുണ്ട്. അതൊന്നും പാടില്ല. അത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ സെൻസിറ്റീവ് ആക്കും. കാരണം ഐസ് ബേൺ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു റെഡ് കളറിലേക്ക് വരുമ്പോൾ നിങ്ങൾ കരുതും നല്ല ചുമന്നിരിക്കുകയാണെന്നല്ലേ? അല്ല, അത് ഐസ് ബേൺ ആണ്. അത് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുമായിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ സൺബേൺ നിങ്ങൾക്ക് ഏൽക്കും. കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയി കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ ബ്രേക്കേജ് വരും, സ്കിന്നിലൊക്കെ ബ്രേക്കേജ് വരും, നിങ്ങളുടെ സ്കിന്നൊക്കെ നാശമാകും. അപ്പോൾ ഐസ് ക്യൂബ് ഉപയോഗിക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ ഒരു നേർത്ത തുണിയിലോ ഒക്കെ കവർ ചെയ്തതിന് ശേഷം ഐസ് ക്യൂബ് കൊണ്ട് വളരെ പതിയെ മസാജ് ചെയ്യുക. അതുപോലെ നല്ല ഐസ് വാട്ടർ ഫേസിലോട്ട് ഇങ്ങനെ ഡയറക്റ്റ് അടിക്കുക. ഇപ്പോൾ അതും നല്ലതാണ്. അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഐസിൽ ഇങ്ങനെ മുങ്ങാനും പാടില്ല കേട്ടോ. അത് നമ്മുടെ നോസിലൂടെയൊക്കെ വെള്ളം കയറിയിട്ട് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതും പ്രോബ്ലം ആകും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊന്ന് ഐസ് ക്യൂബ് ഉപയോഗിച്ച് നോക്കൂ. അതിന് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു സോ മച്ച്.